ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? പ്രീമിയം മാത്രം എത്തിയിട്ടില്ല. ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിരുന്നോ? സ്റ്റാർട്ടപ്പിന്റെ പ്രൊഡക്റ്റ് വന്നിരുന്നു. അത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? യൂസ് ചെയ്യുന്നുണ്ടോ? വേറൊരാള് വാങ്ങി, കാശ് തന്നിട്ടാണോ വാങ്ങിയത്? കാശൊക്കെ നേരത്തെ തിരിച്ചു കിട്ടി, അത് പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ആള് തന്നെ യൂസ് ചെയ്തെന്ന് കരുതുക, ആള് തന്നെ യൂസ് ചെയ്തതാണെന്ന് കരുതുക. മിസ്റ്റർ ഹരിദാസ് അല്ലെ, ഫ്രം പൊന്നാനി, മിസ്റ്റർ ഹരിദാസ് പൊന്നാനി, അദ്ദേഹം തന്നെ യൂസ് ചെയ്ത് വിറ്റിട്ടൊന്നും ഇല്ലെന്ന് കരുതുക. നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഒരാൾക്ക് കൊടുത്ത് അയാൾക്ക് റിസൾട്ട് കിട്ടി, അയാൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചോളൂ, അവിടെ നിൽക്കട്ടെ, ആൾ തന്നെ യൂസ് ചെയ്തു. പക്ഷേ എന്നാലും മൊത്തം പ്രോഡക്റ്റ് 13,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ 13,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് റെഡി വാലറ്റിൽ വരും. ആ റെഡി വാലറ്റിൽ നിന്ന് നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ആദ്യം വേണ്ട ഘടകം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ആദ്യം വേണ്ട ഘടകം എന്താണ്? വായു. സ്വർണ്ണോ? ഇപ്പൊ വായുവിന് വലിയ കാശൊന്നും കൊടുക്കണ്ട, ഫ്രീയാ. പക്ഷെ ഡൽഹിയിലൊക്കെ ഓക്സിജൻ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊക്കെ സപ്ലൈ ചെയ്തൊക്കെ തുടങ്ങാം, പേടിക്കണ്ട, PV ഒക്കെ കൊണ്ടുവരാം, നിൽക്കേണ്ട. അതുകൊണ്ട് രണ്ടാമത്തെ ഘടകം എന്താ? ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വെള്ളം. ഇപ്പൊ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാറുണ്ടോ? ഇല്ലേ? ഒരു 10 വർഷം മുമ്പ്, അല്ലെ 15 വർഷം മുമ്പ് ഞാൻ പറയുവാണ്, ഇതേ സ്റ്റേജിൽ വെച്ച് പറയുകയാണ്, ഒരു കുപ്പി പച്ചവെള്ളത്തിന് 10 വർഷം കഴിയുമ്പോൾ 10 രൂപ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എനിക്ക് വട്ടാന്ന് പറഞ്ഞാൽ. ഇപ്പോഴോ ഇവിടെ എല്ലാ അറിവുണ്ട്, എന്റെ എരിവുണ്ട്. എനിവേ, നമ്മുടെ ടോപ്പിക് അതല്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതം വായു, വെള്ളം, ആഫ്റ്റർ ഭക്ഷണം. ഇത് നമ്മൾ വാങ്ങുമ്പോൾ വീണ്ടും അതിന് ഇങ്ങോട്ട് നമുക്ക് പൈസ കിട്ടും. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആർപിക്ക് മിസ്റ്റർ ഹരിദാസ് ചെന്നിട്ട് ടൈപ്പ് ചെയ്ത ഷോപ്പിൽ നിന്ന് അരി, മുളക്, പഞ്ചസാര, ഉപ്പും കർപ്പൂരം ഇതെന്തായാലും വാങ്ങുമല്ലോ. ഇത് വാങ്ങുമ്പോൾ ഇത് ഒരു പ്രാവശ്യമാണോ വാങ്ങുന്നത്? ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും. ഈ വാങ്ങിക്കൊണ്ടേയിരിക്കുമ്പോഴും ഓരോ ആർപിക്ക് 40 രൂപ വെച്ച് ഈ എമൗണ്ടിൽ നിന്ന് 13,000 രൂപയ്ക്കും ഇങ്ങനെ കുറഞ്ഞ് ഷോപ്പിംഗ് വാലറ്റിലേക്ക് കയറും. ഈ ഷോപ്പിംഗ് വാലറ്റിൽ വന്നാൽ ഒരു ഗുണമുണ്ട്. അങ്ങനെ ഒരു 40 രൂപയിൽ 36 രൂപ നമ്മുടെ ഷോപ്പിംഗ് വാലറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ഹരിദാസ് ഹെയർ കട്ട് ചെയ്യാൻ എവിടെ പോകുന്നത്? അവിടെ പോകും. അത് നമ്മുടെ ടൈപ്പ് ഷോപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത ടൈപ്പ് ഷോപ്പിൽ പോകണം കേട്ടോ. അവിടെ പോയി മുടി വെട്ടാൻ നേരത്ത് മുടി വെട്ടുമ്പോ എത്ര രൂപ കൊടുക്കണം? 100 രൂപ അല്ലെ 150 രൂപ. ഓക്കെ, ഇപ്പൊ ഞാൻ എറണാകുളത്ത് മുടി വെട്ടുന്ന സ്ഥലം, ചിലടത്ത് ചിലപ്പോൾ 250 രൂപ മേടിക്കും, ചില കടകൾ മാറുന്ന 150 ആയിരിക്കും, 100 ആയിരിക്കും. ഈ 100 രൂപ കൊടുക്കാൻ നേരത്ത് 36 രൂപ ഷോപ്പിംഗ് വാലറ്റിൽ ഉണ്ടെങ്കിൽ ആ ഷോപ്പിംഗ് വാലറ്റിലെ 36 അദ്ദേഹത്തിന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം ബാക്കിയുള്ള എമൗണ്ട് കൂടി നിങ്ങൾ കൊടുത്താൽ മതിയാകും. 100 രൂപയിൽ 36 രൂപയുടെ ബാലൻസ് പറഞ്ഞ് എത്ര രൂപ കൊടുത്താൽ മതി? 64 രൂപ. 36 ആണെങ്കിൽ ബാക്കി 64 രൂപ മാത്രം കൊടുത്താൽ മതി. ഈ സംവിധാനം ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയുടെ വ്യക്താക്കളാണ് സുഹൃത്തുക്കളെ ഓക്സിനോ ഇന്റർനാഷണലിന്റെ ഈ പ്രോജക്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്നെ പേഴ്സണലി അറിയാവുന്ന, എന്നെ 1 വർഷമൊന്നുമല്ല, 6 വർഷമല്ല, എന്നെ 16 വർഷമായിട്ട് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിന് മുമ്പൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇത് നമ്മൾ ഇപ്പോ ഒന്നും പറഞ്ഞു തുടങ്ങിയ ആശയമല്ല. ഇതൊക്കെ അന്ന് പറയുമ്പോൾ ഇതൊക്കെ സാധ്യമാവോ എന്ന് ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, ശ്വാസോച്ഛ്വാസം പോലെയാണെങ്കിൽ, ആ ആഗ്രഹ സബലീകരണത്തിനായി ദൈവം തമ്പുരാൻ തന്നെ പുനർക്രമീകരണം നടത്തുമെന്നാണ് പറയുന്നത്. ആ പുനർക്രമീകരണമാണ് സുഹൃത്തുക്കളെ ഓക്സിനോ ഇന്റർനാഷണൽ. ആ പുനർക്രമീകരണമാണ് നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആകുന്നു. അതേപോലെ തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് തന്നെയാണിത്. ഡയറക്ട് സെല്ലിംഗ് എങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം.